യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ ഞായറാഴ്ച നാം പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ അഥവാ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്നു. യേശു പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കുറിച്ച് സംസാരിക്കുമ്പോൾ പരിശുദ്ധ തൃത്വത്തിൻ്റെ ആഴത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. പരിശുദ്ധ തൃത്വം സ്നേഹത്തിൻ്റെ ഒരു ജീവിക്കുന്ന ബന്ധമാണ്. പിതാവ് സ്നേഹിക്കുന്നു, പുത്രൻ ആ സ്നേഹം വെളിപ്പെടുത്തുന്നു, പരിശുദ്ധാത്മാവ് ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കുന്നു. ദൈവം ഏകാകിയല്ല, അവിടുന്ന് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. അതുകൊണ്ടാണ് മനുഷ്യർ ബന്ധങ്ങളുടെയും സ്നേഹത്തിലൂടെയും ജീവിക്കുവാൻ വിളിക്കപ്പെടുന്നത്. യേശു പറയുന്നു, പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. പിതാവും പുത്രനും തമ്മിലുള്ള ഐക്യം പോലെ പരിശുദ്ധാത്മാവ് സ്വയം മഹത്വപ്പെടുത്തുന്നില്ല, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയും സത്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലും യഥാർത്ഥ മഹത്വം സ്വയം ഉയർത്തുന്നതിലല്ല, മറിച്ച് മറ്റുള്ളവരെ സ്നേഹത്തിലും സത്യത്തിലും വളർത്തുന്നതിലാണ്. പരിശുദ്ധ തൃത്വം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മോട് ചോദിക്കുന്നു, നാം കുടുംബത്തിലും സമൂഹത്തിലും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉപകരണമാകുന്നുണ്ടോ? പരിശുദ്ധ തൃത്വ ദൈവത്തിൻ്റെ ജീവിതം പരസ്പര സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ജീവിതമാകുന്നത് പോലെ നമ്മിലുള്ള സ്വാർത്ഥതയും അഹങ്കാരവും ഭിന്നതയും ഉപേക്ഷിച്ച് സ്നേഹത്തിൽ വളരാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മുടെ ജീവിതത്തിൽ നിറയുവാനും നമ്മുടെ കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാക്ഷികളാക്കുവാനും വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.